നടന്മാരെ വിലയിരുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ താങ്കൾ ഒരിക്കൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ 5 നടന്മാരാണ് മലയാളത്തിൽ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ. ആ 5 പേരിൽ താങ്കൾ മമ്മൂട്ടിയെ പെടുത്തിയില്ല. ഇനി പ്രതികൂട്ടി കയറാം, വിസ്തരിക്കാം, വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം. മെയ് വഴക്കം എന്നാണ് അതിൻ്റെ അർത്ഥം, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞത്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. ഘനഗംഭീരമായ ശബ്ദം, ആകാര സൗഷ്ഠവം, വ്യക്തമായ വ്യാകരണത്തെക്കുറിച്ചുള്ള, ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം, ശുദ്ധി, ശബ്ദത്തിലെ ആരോഹണ അവരോഹണ ക്രമീകരണങ്ങളിലൂടെ ഒരു മാസ്മര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥൻ. അതിലുപരി വീര്യം, രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി ആ കഥാപാത്രത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കൂ. മലയാള ശ്രീ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും.